വായുമലിനീകരണം രൂക്ഷമായ അവസ്ഥയിൽ ഡൽഹിയിൽ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം. നവംബർ 1 മുതൽ ഡൽഹിയിലേക്ക് BS6, CNG, LNG, EV വിഭാഗങ്ങളിൽപ്പെടുന്നവയല്ലാത്ത എല്ലാവിധ വാണിജ്യ ചരക്ക് വാഹനങ്ങൾക്കും ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചു. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, അതിരൂക്ഷമാണ് ഡൽഹിയിലെ വായുമലിനീകരണം. നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് ഏതു രീതിയിലുള്ള നിയന്ത്രണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്? രോഹിണി, ഡൽഹിയിൽ വായു ഗുണനിലവാരം ഏതാണ്ട് 350 പിന്നിടുന്നു. ഇത് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും മറ്റും കാരണമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ചരക്ക് വാണിജ്യ വാഹനങ്ങൾക്കാണ് നിലവിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നിയന്ത്രണം നവംബർ 1 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. CNG, LNG, അതേപോലെ തന്നെ ഇലക്ട്രിക്, ഒപ്പം തന്നെ BS6 വാഹനങ്ങൾ ഒഴികെ മറ്റ് ഒരു തരം ചരക്ക് വാണിജ്യ വാഹനങ്ങളും ഡൽഹിയിലെ അതിർത്തി കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ചരക്ക് വാണിജ്യ വാഹനങ്ങൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. വരും ദിവസങ്ങളിൽ ഇതിപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ റെയിൻ, അതായത് കൃത്രിമ മഴ പെയ്യിക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കൃത്രിമ മഴ പെയ്യുന്നതോടുകൂടി തന്നെ ഡൽഹിയിൽ വായു ഗുണനിലവാരം അല്പം മെച്ചപ്പെടുമെന്നുള്ളതാണ് നിലവിൽ സർക്കാർ അടക്കം വിലയിരുത്തുന്നത്. രോഹിണി, ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.